2024 എന്നുള്ള വർഷം മലയാള സിനിമയ്ക്ക് എത്രത്തോളം വിസ്മയകരമായ മാറ്റങ്ങളാണ് കൊണ്ടുവന്നതെന്ന് നമ്മൾ അടയാളപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു 10 ദിവസം കൂടെ ബാക്കിയുണ്ട്. ബറോസ് പോലുള്ള ചിത്രങ്ങളൊക്കെ ഇനിയും വരാനുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു 2024 മാർക്കോ എന്നുള്ള ചലച്ചിത്രം വലിയൊരു ബെഞ്ച് മാർക്ക് എന്നെ സൃഷ്ടിക്കാൻ പറ്റും. കുറച്ച് സമയമായിട്ടേ ഉള്ളൂ മാർക്കോ കണ്ടു കഴിഞ്ഞിട്ട്. പക്ഷെ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് തിരിച്ചെത്തുമ്പോൾ പോലും ആ ഒരു നെഞ്ചെടുപ്പ് എനിക്ക് ഇതുവരെ മാറിയിട്ടില്ല. എനിക്ക് തോന്നുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതുവരെ ഇത്രയും വയലൻസ് ഉള്ള ഒരു പടം തിയേറ്ററിൽ പോയിട്ട് കണ്ടിട്ടില്ല. മലയാളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിൽ എനിക്ക് തോന്നുന്നു ഇത്രയും ഭയങ്കര വയലന്റ് ആയിട്ടുള്ള ഒരു പടം വന്നത് ഇതിനു മുന്നേ കില്ലായിരുന്നു. ഈ ഒരു സിനിമ ഇറങ്ങുമ്പോൾ തന്നെ മലയാള സിനിമ ഇന്ന് വരെ കാണാത്ത വയലൻസ് ആണ് എന്നുള്ളത് കൃത്യമായിട്ട് ഇതിന്റെ അണിയറ പ്രവർത്തകർ കൃത്യമായിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമയ്ക്ക് A സർട്ടിഫിക്കറ്റ് കിട്ടിയത്. അപ്പൊ അവരെന്താണോ പറഞ്ഞു വെച്ചത് കൃത്യമായിട്ട് ആ സിനിമയിലുണ്ട്. നമ്മൾ വിചാരിക്കുന്ന തരത്തിലുള്ള ഒരു വയലൻസ് ഒന്നുമല്ല കേട്ടോ ഉള്ളത്. നമ്മൾ വിചാരിക്കുന്നതിലും എത്രയോ ഭീകരമായിട്ടുള്ള വേർഷനാണ് അതിൽ കാണാൻ വേണ്ടി പറ്റുന്നത്. എന്ന് വിചാരിച്ച് വെറുതെ ആളുകളെ കൊല്ലുക അല്ലെങ്കിൽ വെറുതെ എന്തെങ്കിലും ചെയ്യുക എന്നുള്ളതൊന്നുമല്ല. കൃത്യമായിട്ട് നമുക്ക് ആ വില്ലന്മാരാണ് ഇതിൽ കുറച്ചും കൂടെ കുറഞ്ഞു പോയി എന്നുള്ള തരത്തിലുള്ള പെർഫോമൻസുകളായിരുന്നു. അല്ലെങ്കിൽ അത്രയും നമ്മളെ പ്രേക്ഷകരെ അവരിത് ഡിസേർവ് ചെയ്യുന്നുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സ്റ്റോറി, ആ ഒരു നറേഷനും കൃത്യമായിട്ട് വരികയും അതിനുശേഷം അത് ഗംഭീരമായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് മാർക്കോ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു സിനിമയെ കുറിച്ച് സംസാരിക്കുമ്പോൾ മെയിൻ പ്രൊട്ടഗോണിസ്റ്റ് ഉണ്ണിമുകുന്ദൻ നടത്തിയിരിക്കുന്ന ഹാർഡ് വർക്കിനെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. KGF നമ്മൾ കണ്ടിട്ടുണ്ട്, സലാർ കണ്ടിട്ടുണ്ട്, ഈവൻ ജോൺ വിക്ക് നമ്മൾ കണ്ടിട്ടുണ്ട്. ബട്ട് മാർക്കോ എന്ന് പറയുന്ന ഇതിലെ ഉണ്ണിമുകുന്ദന്റെ ഈ ക്യാരക്ടർ ഇവരാരുമായിട്ട് കമ്പയർ ഒന്നും ചെയ്യണ്ട. ബിക്കോസ് മാർക്കോ ക്രിയേറ്റഡ് എ ബെഞ്ച് മാർക്ക്. കാരണം മാർക്കോ വെച്ചിട്ടായിരിക്കും ഇനി പലതും നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്, പറയാൻ വേണ്ടി പോകുന്നത്. അത്തരത്തിലുള്ള ഒരു പെർഫോമൻസ് ആണ് നടത്തിയിരിക്കുന്നത്. അതിനുവേണ്ടി നടത്തിയ ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ ആയിക്കോട്ടെ, ആ കഥാപാത്രമാകാൻ വേണ്ടിയിട്ട് ചെയ്ത ഒരുപാട് എഫേർട്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പ്രകടനം കാണുമ്പോൾ നമുക്കിതിൽ ഫീൽ ചെയ്യുന്നുണ്ട്. വെച്ച ഒരു ഫിലിം എന്ന് തന്നെ പറയാം. ഇതിന്റെ ഡയറക്ടർ സൂപ്പറായിട്ട് അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരു കാര്യം പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പല സിനിമകളും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഒരാൾ ആദ്യത്തെ അല്ലെങ്കിൽ രണ്ടാമത്തെ എന്തെങ്കിലും ഒരു വർക്കിൽ ഒരു പരാജയം സംഭവിക്കുന്ന സമയത്ത് അയാൾ കഴിവ് കെട്ട ആളാണ് അല്ലെങ്കിൽ അയാൾക്കൊണ്ട് ഇതൊന്നും നടക്കത്തില്ല എന്നൊക്കെ നമ്മൾ പൊതുവെ മുദ്ര കുത്താറുണ്ട്. പ്രത്യേകിച്ച് സിനിമയുടെ കാര്യത്തിൽ വരുമ്പോൾ പല സംവിധായകരെ ആയിക്കോട്ടെ, പല നടന്മാരെ ആയിക്കോട്ടെ, എനിക്കത് പേഴ്സണലി ഫീൽ ചെയ്തൊരു കാര്യമാണ്. എവിടെയെങ്കിലും ഒരു പരാജയം ഒരാൾക്ക് വരുമ്പോഴത്തേക്ക് ഹിസ് നോട്ട് അറ്റ് ഓൾ ഗുഡ് എന്നുള്ള ഒരു കാറ്റഗറി നമ്മൾ പലപ്പോഴും ചെയ്യാറുണ്ട്. പല സംവിധായകർക്ക് നേരെയും പല നടന്മാർക്ക് നേരെയും അത് വരുന്നതായിട്ടും നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ബട്ട് ഹിയർ ഹനീഫ് അദേനി ക്രിയേറ്റഡ് അത് റോങ് ആണെന്നുള്ളത്. അദ്ദേഹത്തിന്റെ പല സിനിമകൾ എടുത്തു നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പലരും അദ്ദേഹത്തെ എനിക്ക് തോന്നുന്നില്ല അത്രയും കഴിവുള്ള ഒരു സംവിധായകനായിട്ട് അദ്ദേഹത്തെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. ബട്ട് പരാജയങ്ങൾ ഉൾക്കൊള്ളുമ്പോൾ ആ പരാജയങ്ങൾ കിട്ടിയിട്ട് അതിൽ നിന്ന് കൃത്യമായിട്ട് ഇവോൾവ് ചെയ്ത് വരിക എന്നുള്ളതിൽ അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു ഭയങ്കരമായിട്ടുള്ള ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് സത്യത്തിൽ തോന്നുന്നു. കാരണം അത്രയും ക്ലാസി ആയിട്ടുള്ള ഡയറക്ഷനാണ് ഇതിനകത്ത് ഉണ്ടായിരുന്നത്. എന്തുകൊണ്ട് മാർക്കോയെ ഇത്രയും ആഘോഷിക്കപ്പെടുന്നു എന്ന് ചോദിച്ചാൽ അതിന് ഡയറക്ടറുടെ പങ്ക് അത്രത്തോളം വലുതാണ്. ഇതിൽ എല്ലാവരും ഭയങ്കരമായിട്ട് എടുത്തു പറയുന്ന ഒരു സീനാണ് നമ്മുടെ ഈ പറയുന്ന സ്റ്റെപ്പിലുള്ള ഒരു ഫൈറ്റ് സീന്. ഇത്രയും ക്ലോഷർ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഇത്തരത്തിലുള്ള നമ്മൾ മുന്നേ കണ്ടിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഓൾഡ് ബോയിലൊക്കെ നമുക്ക് അതിന്റെ റെഫറൻസ് കാണാം. ഇവൻ ദോ അത്രയും ഭയങ്കരമായിട്ട് മലയാളത്തിൽ അങ്ങനെയുള്ള ഒരു സാധനം നമ്മൾ കൊണ്ടുവരുന്നു. മറ്റു ലാംഗ്വേജിലുള്ള ഇത്രയും വമ്പൻ സിനിമകളൊക്കെ വരുന്ന കാറ്റഗറിയിലേക്ക് ഒട്ടും യാതൊരു തരത്തിലും യാതൊരു പോരായ്മകളും പറയാനില്ലാതെ കൃത്യമായിട്ട് മലയാള സിനിമ അതിന്റെ രീതിയിൽ ഇവോൾവ് ചെയ്തു വരുന്നു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു സിനിമാ പ്രേമി എന്ന നിലയിൽ എനിക്ക് ഭയങ്കരമായിട്ട് എടുത്തു പറയുന്ന ഒരു കാര്യങ്ങളാണ്. ഉണ്ണിമുകുന്ദനായാലും ഇതിന്റെ സംവിധായകനായാലും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇതിൽ റസൽ എന്നുള്ള ക്യാരക്ടർ അവതരിപ്പിച്ച ചേട്ടൻ, അതേപോലെ തന്നെ നമ്മുടെ ജഗദീഷ് ചേട്ടൻ, സിദ്ദിഖ, ഇവർ 3 പേരും അടിപൊളിയായിട്ട് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് പറയാൻ പറ്റില്ല. സിദ്ദിഖിന്റെ ഒക്കെ ഒരു സ്വാഗ് എന്ന് പറയുന്നത് പടത്തിൽ അങ്ങോളം ഇങ്ങോളം നമുക്ക് കാണായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ജഗദീഷിന്റെ ഞാൻ കുറച്ചും കൂടെ സീനുകൾ കുറച്ചും കൂടെ കാര്യങ്ങൾ ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നു. എനിക്ക് തോന്നുന്നു ഷറഫുദ്ദീൻ്റെ ഒരു ഇന്റർവ്യൂവിൽ അതേപോലെ തന്നെ ഒക്കെ നമ്മൾ കുറച്ചുകൂടെ എന്തൊക്കെയോ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ എന്താ പറയാ,
ചെയ്തത് അടിപൊളിയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു നമുക്ക് സെൻസർ ബോർഡിന്റെ ഒരു ഇഷ്യൂ കാരണം കുറേ 7 മിനിറ്റ്സോളമൊക്കെ കട്ട് ചെയ്തെന്ന് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ഐ ഡോണ്ട് നോ, അതിൽ കുറേയൊക്കെ പോയോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. എന്നാലും ആ ഒരു പെർഫോമൻസ് അടിപൊളിയായിരുന്നു. അതേപോലെ തന്നെ ഇതിൽ വിക്ടർ എന്നുള്ള ക്യാരക്ടർ ചെയ്ത ആളായിക്കോട്ടെ, എല്ലാവരും അവരുടെ ഭാഗങ്ങൾ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. കുഞ്ഞു കുട്ടികളായിക്കോട്ടെ, വയലൻസ് എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും മനക്കെട്ടില്ലാത്തവർ കാണരുത്. ഇതിൽ ചെറിയ കുട്ടികളെന്നോ വലിയ ആളുകളെന്നോ ഒന്നുമില്ല. ഭയങ്കര എക്സ്ട്രീം വയലൻസ് ആണ്, ബ്ലഡ് ബാത്ത് തന്നെയാണ്, ഒന്നും പറയാനില്ല, അത്രത്തോളം ഇല്ലാണ്. ഈവൻ ദോ ദിസ് മൂവി മസ്റ്റ് വാച്ച് എന്ന് ഞാൻ എല്ലാവരോടും പറയില്ല. ബിക്കോസ് നല്ല നല്ല സിനിമകൾ ഇഷ്ടപ്പെടുന്ന, അതേപോലെ ആക്ഷൻ മാസ് സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ ഡെഫിനറ്റ്ലി ഗോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്നെ കൊണ്ട് താങ്ങാൻ പറ്റുമോ എന്നുള്ളൊരു ഡൗട്ട് എനിക്കുണ്ടായിരുന്നു. പൊതുവേ ഞാൻ അങ്ങനെ ഇത്തരത്തിലുള്ള ഇത്രയും വയലൻസുള്ള സിനിമകൾ കാണാറില്ല. ബട്ട് സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടു കഴിഞ്ഞപ്പം ഈവൻ ഐ ഫീൽ വെരി, എന്താ പറയുക, കൊടുക്കണം അങ്ങനെ തോന്നത്തില്ലേ, ആ ഒരു ഫീൽ തോന്നുന്നുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള വെറൈറ്റി ആയിട്ടുള്ള സിനിമകൾ കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കും അതേപോലെ തന്നെ എക്സ്പെരിമെൻറ്റുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കും ഒക്കെ ഈ ഫിലിം തീർച്ചയായിട്ടും പോയി കാണാം. എന്തായാലും ആരെയാണ് ഈ ഫിലിം ടാർഗറ്റ് ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് കാണാം. ഫാമിലി ഒന്നുമായിട്ട്, കുഞ്ഞുങ്ങളൊന്നുമായിട്ട് പോകാൻ പറ്റിയൊരു സിനിമയൊന്നുമല്ല. അത്രയും വയലൻസ് ആയിട്ടുള്ള ഒരു പടമാണ്. പലപ്പോഴും ഇതിലെ പല രംഗങ്ങളും ചിലപ്പോൾ നിങ്ങളെ ഹോണ്ട് ചെയ്തേക്കാം. സോ എനിവേ, എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഈ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതേപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ചെയ്യാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ ഒന്ന് പരിഗണിക്കുക. വ്യത്യസ്തരമായിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ആൻഡ് ദെൻ ബൈ.